അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം 18ാം പാഠം തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇതിന് മുമ്പത്തെ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് വേണമെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള എൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ കൂട്ടുകാർക്ക് ചാനലിൽ പോകാൻ സാധിക്കും. പോയതിനു ശേഷം പ്ലേലിസ്റ്റ് എടുക്കുക. എടുത്തതിന് ശേഷം ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് കൂട്ടുകാർക്ക് ലഭ്യമാകും. അതിൽ ആവശ്യമുള്ള പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് കൂട്ടുകാർക്ക് എടുത്തു നോക്കാം. അതുപോലെ ക്ലാസ് 5, 4, 3 ഈ 3 ക്ലാസ്സുകളുടെ പഴയ സിലബസ് വേണമെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ചാനലിൽ പോവുക, പ്ലേലിസ്റ്റ് എടുക്കുക, ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നോക്കിയാൽ ഞാൻ പഴയ സിലബസിൻ്റെയും ഇട്ടിട്ടുണ്ടാകും. അതിൽ ആവശ്യമുള്ള ക്ലാസിൻ്റെ ആവശ്യമുള്ള സബ്ജക്റ്റ് എടുത്തു നോക്കാം. കൂട്ടുകാർ പാഠം നല്ലോണം വായിച്ച് മനസ്സിലാക്കണം. നമുക്കപ്പോൾ ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. എല്ലാവരും തദ്രീബാത്ത് എടുത്തില്ലേ? തദ്രീബാത്തിൽ ആദ്യം നഖ്റഉ നഫ്ഹം. ഇവിടെ കൊടുത്തതൊക്കെ വായിച്ച് മനസ്സിലാക്കണം. അലിമ അറിഞ്ഞു, അമില പ്രവർത്തിച്ചു, ലഹിക ചിരിച്ചു, അസ്ഹാബുൽ ജന്ന സ്വർഗാവകാശികൾ, കലീല അതിൻ്റെ വിപരീതം കസീറ. കലീല എന്ന് പറഞ്ഞാൽ കുറച്ച്, അതിൻ്റെ വിപരീതമാണ് കസീറ. അപ്പം എന്താണ് അർത്ഥം? കൂടുതൽ. മനസ്സിലായില്ലേ? അസ്ഹാബുന്നാർ നരകാവകാശികൾ, ഖലഖ സൃഷ്ടിച്ചു, ഇബാദത്തുൻ ആരാധന, ഗരീബുൻ പരദേശി, ആബിറു സബീൽ യാത്രക്കാരൻ. അടുത്തത് നംലഉൽ ഫറാഉ വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. അന്ത്യനാളിൽ ഡാഷ് ചോദ്യങ്ങൾക്ക് എല്ലാവരും മറുപടി പറയണം. അന്ത്യനാളിൽ 4 ചോദ്യങ്ങൾക്ക് എല്ലാവരും മറുപടി പറയണം. പൂരിപ്പിക്കേണ്ടത് 4. രണ്ടാമത്തത് തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല ഡാഷ് നൽകും. തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല മാപ്പ് നൽകും. പൂരിപ്പിക്കേണ്ടത് മാപ്പ്. 3. നായയ്ക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ അല്ലാഹു തആല ഒരാളെ ഡാഷ് ആക്കി. പൂരിപ്പിക്കേണ്ടത് സ്വർഗാവകാശി. 4. സ്വർഗം ഡാഷിൻ്റെ ഭവനമാണ്. സ്വർഗം അനുഗ്രഹത്തിൻ്റെ ഭവനമാണ്. പൂരിപ്പിക്കേണ്ടത് അനുഗ്രഹത്തിൻ്റെ. 5. നരകം ഡാഷിൻ്റെ ഭവനമാണ്. നരകം ശിക്ഷയുടെ ഭവനമാണ്. പൂരിപ്പിക്കേണ്ടത് ശിക്ഷയുടെ. 6. വമാ ഖലഖ്തുൽ ജിന്ന ഡാഷ് ഇല്ലാ ലിയഅ്ബുദൂൻ. പൂരിപ്പിക്കേണ്ടത് വൽ ഇൻസ. 7. ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഡാഷ് വലബക്കൈതും കസീറ. പൂരിപ്പിക്കേണ്ടത് കലീലൻ. അപ്പം എങ്ങനെയാണ് ചേർത്ത് വായിക്കുക? ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും കലീലൻ വലബക്കൈതും കസീറ. 8. നരകത്തെ സൃഷ്ടിച്ച ശേഷം ഡാഷ് ചിരിച്ചിട്ടേയില്ല. പൂരിപ്പിക്കേണ്ടത് മീകായിൽ അലൈഹിസ്സലാം. അടുത്ത പേജ് നോക്കൂ. നുതർജിമു ഇലാ ലുഅത്തിന. ഇവിടെ കൊടുത്തതൊക്കെ നമ്മുടെ ഭാഷയിൽ പരിഭാഷപ്പെടുത്തണം. 1. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതിൻ്റെ അർത്ഥം മനുഷ്യനെയും ജിന്നിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ മാത്രമാണ് നാം സൃഷ്ടിച്ചത്. 2.
മൂന്നാമത്തത് ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലൻ വലബഖൈതും കസീറാ. ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുകയാണെങ്കിൽ കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ, ധാരാളമായി കരയുകയും ചെയ്യും. മൂന്നാമത്തത് നോക്കൂ. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഇതിന്റെ അർത്ഥം ഇഹലോകത്ത് നീ പരദേശിയെ പോലെയാവുക, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെയാവുക. അടുത്തത് നുഅർരിബ്. ഇവിടെ കൊടുത്തതൊക്കെ അറബിയിലാക്കി എഴുതണം. സ്വർഗം അൽ ജന്ന, നരകം അന്നാർ. കരഞ്ഞു ബകത ചിരിച്ചു, ലഹിക മനുഷ്യൻ, അൽ ഇൻസ് സൃഷ്ടിച്ചു, ഖലക യാത്രക്കാരൻ, ആബിറു സബീൽ പരദേശി, ഗരീബ് ഇഹലോകം, അൽ ആലം പരലോകം, അൽ ആഖിറ. അടുത്ത പേജ് നോക്കൂ. നുജീബ് ഉത്തരമെഴുതുക. ഒന്നാമത്തെ ചോദ്യം, സത്യവിശ്വാസികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലമെന്ത്? ഉത്തരം, സത്യവിശ്വാസികൾക്ക് സ്വർഗവും അതിലെ സുഖസൗകര്യങ്ങളും ലഭിക്കും. രണ്ടാമത്തത്, ഇഹലോകവും പരലോകവും തമ്മിലുള്ള ബന്ധമെന്ത്? പരലോക യാത്രക്കിടയിലെ ഒരു ഇടത്താവളമാണ് ഇഹലോകം. 3. സ്വഹാബികൾ കൂട്ടത്തോടെ വിതുമ്പിക്കരയാൻ കാരണമെന്ത്? ഉത്തരം, ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുകയാണെങ്കിൽ കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ, ധാരാളമായി കരയുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാഷണത്തിൽ പറഞ്ഞത് കേട്ട് സ്വഹാബികൾ കൂട്ടത്തോടെ വിതുമ്പിക്കരഞ്ഞു. കൂട്ടുകാർക്ക് സ്ഥലമുണ്ടെങ്കിൽ ഇതുവരെ എഴുതുക, അല്ലെങ്കിൽ പറഞ്ഞത് കേട്ട് അതുവരെ എഴുതിയാൽ മതി. നാലാമത്തെ ചോദ്യം, പാപങ്ങൾ ചെയ്താൽ അവ പൊറുപ്പിക്കാനുള്ള മാർഗമെന്ത്? ചോദ്യം എന്താണ്? പാപങ്ങൾ ചെയ്താൽ അവ പൊറുപ്പിക്കാനുള്ള മാർഗമെന്ത്? ഉത്തരം, തൗബ ചെയ്യുക. തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല മാപ്പ് നൽകും. അഞ്ചാമത്തെ ചോദ്യം, അല്ലാഹു തആല വലിയ കാരുണ്യവാനാണ്. അവൻ്റെ കാരുണ്യത്തിന് ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം, നായയ്ക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ ഒരാളെ അല്ലാഹു തആല സ്വർഗാവകാശിയാക്കി. അടുത്ത പേജ് നോക്കൂ. തഖ്സീസ്. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടം എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ നോക്കൂ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടം എന്ന വിഷയത്തിൽ ഒരു ലഘു പ്രസംഗം നടത്താനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് അതിന് അവസരം നൽകി അനുഗ്രഹിച്ച അല്ലാഹുവിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്കറിയുമോ അല്ലാഹു തആല നമ്മളെ എന്തിനാണ് സൃഷ്ടിപ്പിച്ചത് എന്ന്? എന്തിനാണ് നമ്മെ ഭൂമിയിലേക്ക് അയച്ചത്? എന്തിനാണ് നമുക്ക് ജീവിത സൗകര്യങ്ങൾ നൽകിയത്? ഒന്നും അല്ലാഹു തആല വെറുതെയല്ല ചെയ്തത്. എല്ലാം ഈ ലോകത്ത് നമ്മെ പരീക്ഷിക്കാനും പരലോകത്ത് പരിശോധിക്കാനുമാണ്. അല്ലാഹു തആല പറയുന്നു, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് മടക്കപ്പെടുകയില്ല
എന്നുമാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? നല്ലത് ചെയ്തവന് കൂലിയും തിന്മ ചെയ്തവന് ശിക്ഷയുമുണ്ട്. ഈ ലോകത്തെ നമ്മുടെ ജീവിതം ശാശ്വതമല്ല. പരലോകത്താണ് നമുക്ക് അറ്റമില്ലാത്ത ജീവിതം നയിക്കേണ്ടത്. അതുകൊണ്ട് ആ പരലോകവും അവിടുത്തെ സ്വർഗം എന്ന അനുഗ്രഹവും നേടിയെടുക്കാൻ നാം ഇഹലോകത്ത് വെച്ച് തയ്യാറാവണം. ഇനി നോക്കൂ, അല്ലാഹു തആല പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ മാത്രമാണ് നാം സൃഷ്ടിച്ചത്. സത്യവിശ്വാസികൾക്ക് പരലോകത്ത് മഹത്തായ പ്രതിഫലമുണ്ട്. സ്വർഗവും അതിലെ സുഖ സൗകര്യങ്ങളും ലഭിക്കും. സത്യനിഷേധികൾക്ക് നരകവും അതിലെ കഠിന ശിക്ഷകളുമാണ് ലഭിക്കുക. പരലോക യാത്രക്കിടയിലെ ഇടത്താവളം മാത്രമാണ് ദുന്യാവ്. അതുകൊണ്ട് ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കുക, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഇഹലോകത്ത് നീ പരദേശിയെ പോലെയാവുക. ഇഹലോകത്ത് നീ പരദേശിയെ പോലെയാവുക, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെയാവുക. ഈ ലോകമാവുന്ന കൃഷിയിടത്തിൽ നന്മയുടെ വിത്തുകൾ പാകിക്കൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. അങ്ങനെ ആയാൽ നാളെ പരലോകത്തിൽ നമുക്ക് അതിനുള്ള കൂലി ലഭിക്കും. അവിടുത്തെ സുഖസൗകര്യങ്ങളിൽ മുഴുകി അല്ലാഹുവിനെ മറന്ന് നാം ജീവിക്കാൻ പാടില്ല. നാളെ പരലോകത്ത് വിചാരണ ഉണ്ടാവും എന്ന ചിന്ത ഉണ്ടാവണം. അല്ലാഹു നമ്മളെ എല്ലാവരെയും നന്മയുടെ പാതയിൽ തുടരാനും അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിക്കാനും തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം നിർത്തുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കൂട്ടുകാർക്ക് ഈ പ്രസംഗം മനസ്സിലായില്ലേ? ഇതോടെ ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.